പ്രിയമുള്ളവരെ, എല്ലാവർക്കും കേരള സ്കൂൾ ICT ഹെൽപ്പ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, കേന്ദ്രാവിഷ്കൃത സ്കോളർഷിപ്പുകളായിട്ടുള്ള മൈനോറിറ്റി പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, NMMS സ്കോളർഷിപ്പ്, അതേപോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പുകളും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്നുള്ള ഒരു വെബ് പോർട്ടലിലൂടെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാം. ആ വെബ് പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുള്ള കുറച്ച് വിവരങ്ങളും അതിന്റെ കുറച്ച് അപ്ഡേഷൻസും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് പ്രധാനമായും സ്ഥാപനത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേലധികാരികൾക്കും അതേപോലെ ക്ലർക്ക് ഓഫീസർമാർക്കും നോഡൽ ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുമൊക്കെ സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, ഇതിൽ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. പരമാവധി നമ്മൾ ഇത് വിശ്വസനീയമായ സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴിത് എല്ലാവർക്കും മനസ്സിലാവും. ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ എനിക്കറിയുന്ന മറുപടി ആ രീതിയിൽ നമ്മൾ തരുന്നതായിരിക്കും. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോളുകളും ഒക്കെ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു രീതിയിലാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ വെബ് പേജ് വരുന്നത്. scholarships.gov.in എന്നുള്ള ഈ ഒരു ഇതിലാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിന്റെ വെബ് പേജ് വരുന്നത്. ഇതിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ എന്നുള്ളതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ലോഗിൻ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ എന്ന് പറഞ്ഞുള്ള ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ലോഗിൻ ചെയ്താലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ എന്നുള്ള വിൻഡോ വരുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം, ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇവിടെ 2 സെലക്ഷൻസ് വന്നിട്ടുണ്ട് മോൾ ഭാഗത്ത്. പണ്ട് ഇങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് ഒരു ലോഗിനും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന് ഒരു ലോഗിനും എന്നുള്ള രീതിയിൽ 2 ലോഗിൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യുന്നതിനും, ഇനി അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡിഫക്റ്റ് മാർക്ക് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ എന്നുള്ള ഈ ഒരു ലോഗിനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരുന്നത് ജസ്റ്റ് ആപ്ലിക്കേഷൻസ് മോണിറ്റർ ചെയ്യുന്നതിനും ഫൈനൽ ആപ്ലിക്കേഷൻസിന്റെ പ്രിന്റ് ഔട്ട് ലഭിക്കുന്നതിനും അതേപോലെ തന്നെ എത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിസീവ്ഡ് എന്നുള്ളതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ള ഒരു ലോഗിൻ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഒക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ലോഗിനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അപ്പം നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് എല്ലാ സ്ഥാപനത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് യൂസർ നെയിമും പാസ്വേഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ അക്കാഡമിക് ഇയർ നമ്മളിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് സാധാരണ. എന്നിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്നതും ഡിഫക്റ്റ് മാർക്ക് ചെയ്യുന്നതും റിജക്ട് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതുതായി വന്നിട്ടുള്ള ഈ ടാബ് ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അക്കാഡമിക് ഇയർ 2020-21 എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് ലഭ്യമായിട്ടുള്ള യൂസർ ഐഡിയും പാസ്വേഡും, അതായത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ ഉപയോഗിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് ക്യാപ്ച കോഡും അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ള ടാബിൽ തന്നെ ലോഗിൻ ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ ഉപയോഗിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ലോഗിനിൽ പാസ്വേഡ് മാറ്റുന്നതിനുള്ള ഒരു ഓപ്ഷൻ
വരുന്നതായിരിക്കും ഫസ്റ്റ് ലോഗിനിൽ. ആ ഫസ്റ്റ് ലോഗിനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന് പാസ്വേഡ് മാറ്റാവുന്നതാണ്. അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള വെരിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ ഫൈനൽ റിപ്പോർട്ട് എടുക്കുന്നതിനും അതേപോലെ സ്കോളർഷിപ്പ് സ്റ്റാറ്റസ് അറിയുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്താൽ ഉടൻ തന്നെ പാസ്വേഡ് മാറ്റാൻ പറയും. അതിനങ്ങനെ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഡിഫക്റ്റ് മാർക്ക് ചെയ്യുന്നതിനൊക്കെ സാധാരണ നമ്മൾ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് ഈ പോലെ അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള ഡിഫക്റ്റ് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അപ്രൂവൽ ചെയ്യാം അങ്ങനെയുള്ള ആ രീതിയിലാണ് ഫോർവേഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിശദവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പറയുന്നതിൻ്റെ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ പേജിലേക്ക് പോയതിന് ശേഷം യൂസർ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്ന് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ കൊടുക്കേണ്ട യൂസർ ഐ ഡിയും പാസ്വേഡും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ ഉപയോഗിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ കൊടുക്കുക. ക്യാപ്ചർ ഇതേപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലോഗിൻ എന്നുള്ളതിൽ കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ടൈം ലോഗിനിൽ നമുക്ക് ഹെഡിന്റെ അതായത് HMന്റെ യൂസർ നെയിമും പാസ്വേഡും മാറ്റാനുള്ള ഓപ്ഷൻ വരും. അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ടൈം ലോഗിൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഓഫീസർ വിത്ത് ഓൾഡ് പാസ്വേഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ പഴയ പാസ്വേഡ് വെച്ച് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ആദ്യം ലോഗിൻ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ അതിൻ്റെ ഒരു ഡെമോ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വെബ്സൈറ്റിൽ കയറിയിട്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ആണ് ഏറ്റവും ഫസ്റ്റ് വരിക. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ചേഞ്ച് പാസ്വേഡ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മുടെ പുതിയ പാസ്വേഡ് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന് ഉപയോഗിക്കാനുള്ള പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ HMന് ഉപയോഗിക്കാനുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പാസ്വേഡ് മാറ്റാവുന്നതാണ്, മാറ്റേണ്ടതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇനി ഇപ്പോൾ ഉള്ളത് HMന് HMന്റെ പാസ്വേഡും ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ പാസ്വേഡുമാണ്. മാറ്റിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി കണ്ടിന്യൂ ടു ലോഗിൻ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. ഇതിൽ കണ്ടിന്യൂ ടു ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഇൻ കണ്ടിന്യൂ ടു ലോഗിൻ ബട്ടൺ ടു ലോഗിൻ അഗെയിൻ വിത്ത് ന്യൂ പാസ്വേഡ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡിന് പുതിയതായിട്ട് ലോഗിൻ ചെയ്യാൻ പിന്നെ വീണ്ടും ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. അതാണ് ആഫ്റ്റർ സക്സസ്ഫുൾ പാസ്വേഡ് ചേഞ്ച് ദെൻ അഗെയിൻ ലോഗിൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് വിത്ത് ന്യൂ പാസ്വേഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗിൻ എന്നുള്ള സ്ഥലത്ത് തന്നെ പോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ആഫ്റ്റർ ലോഗിൻ സക്സസ്ഫുള്ളി ഡൺ വിത്ത് ന്യൂ പാസ്വേഡ് ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ഡാഷ്ബോർഡ് കംസ്. ഈ ഒരു രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ അല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിന്റെ ഡാഷ്ബോർഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള അതായത് HMന്റെ ഫോൺ നമ്പർ മാറ്റാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ടാബ് ഉണ്ട്. അതേപോലെ തന്നെ റിപ്പോർട്ട്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫൈനൽ റിപ്പോർട്ട്സ് എടുക്കുന്നതിനൊക്കെയുള്ള ഒരു ടാബ് വരുന്നുണ്ട്.
പിന്നെ സ്കോളർഷിപ്പിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ അറിയുന്നതിനുള്ള ഒരു ടാബ് വരുന്നുണ്ട്. അതേപോലെ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇത്രയുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിൻ്റെ ലോഗിനിൽ ഉണ്ടായിരിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനും ഡിഫക്റ്റ് മാർക്ക് ചെയ്യാനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ എന്നുള്ള ലോഗിനിലാണ് കയറേണ്ടത്. അത് ഏതാണെന്ന് നമുക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം സംശയം വന്നു കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ളത് ഈ ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ളത് ഈ ഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറാണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്നതും അതേപോലെ തന്നെ ഡിഫക്റ്റ് മാർക്ക് ചെയ്യുന്നതും തിരിച്ചയക്കുന്നതും ഫോർവേഡ് ചെയ്യുന്നതും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ലോഗിൻ ചെയ്യാവൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് എന്നുള്ളത് മാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ എന്നുള്ളതാക്കണം. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ ലോഗിൻ വിത്ത് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ ആൻഡ് പാസ്വേഡ് ദാറ്റ് ഫസ്റ്റ് ടൈം ലോഗിൻ ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് യൂസർ. അതായത് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ആ യൂസർ നെയിമും പാസ്വേഡും വെച്ച് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ ലോഗിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ ഡാഷ്ബോർഡ് ഈ ഒരു രീതിയിലായിരിക്കും സാധാരണ കാണുക. ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇതിൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫൈൽ, നമ്മുടെ സ്കൂളിൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്ഡേറ്റ് ഡീറ്റെയിൽസ് വീണ്ടും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാൻ, ആപ്ലിക്കേഷൻ റീവെരിഫിക്കേഷൻ വരുന്നതിന്, ആപ്ലിക്കേഷൻ റിന്യൂവൽ വെരിഫിക്കേഷൻ, ആപ്ലിക്കേഷൻ റിന്യൂവൽ റീവെരിഫിക്കേഷൻ, മാർക്കേസ് ഫേക്ക്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ ലോഗിനിലാണ് വരുന്നത്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ ലോഗിനാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. ഈ HMന്റെ ലോഗിനിൽ ഈ പറഞ്ഞ പോലെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കില്ല. പ്രധാനമായിട്ട് റിപ്പോർട്ട് എടുക്കുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനുമാണ് HMന്റെ ലോഗിൻ വരുന്നത്. ഇതിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ ലോഗിനാണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ആണ്. റിവേർട്ടഡ് ആപ്ലിക്കേഷൻസ് ആർ അവൈലബിൾ അറ്റ് വെരിഫിക്കേഷൻ ലിങ്ക്സ്. അതായത് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്കിലാണ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറോ സ്റ്റേറ്റ് നോഡൽ ഓഫീസറോ റിവേർട്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ ഹെഡിന്റെ അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടാബിലാണ് നമ്മുടെ റിവേർട്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഉണ്ടായിരിക്കുക. ഇപ്പോൾ പ്രീ മൈനോറിറ്റി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപേക്ഷകൾ കൂടുതൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ വർഷത്തേക്കാൾ കൂടുതൽ ഒരുപാട് അപേക്ഷകൾ വന്നതുകൊണ്ട് ഒരുപാട് അപേക്ഷകൾ റിവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർമാർ ഒരുപാട് അപേക്ഷകൾ പ്രീ മെട്രിക് മൈനോറിറ്റി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപേക്ഷകൾ റിവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ അപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ടാബിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മളത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഡിഫക്റ്റ് എന്ന് മാർക്ക് ചെയ്യും. കാരണം പലപ്പോഴും ഡിഫക്റ്റ് വരാനുള്ള കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് വരുമാനം റേഷൻ കാർഡിന്റെയും ഒക്കെ ബേസിസിൽ വരുമാനം കൊടുത്തിരുന്നു, റേഷൻ കാർഡിൽ അതേപോലെയുള്ള നോക്കിയിട്ട്. എന്നാൽ കൂടുതൽ അപ്ലിക്കേഷൻസ് വന്ന ഈ ഒരു സാഹചര്യത്തിൽ NSP പോർട്ടൽ അധികാരികൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വരുമാനം രേഖപ്പെടുത്തണം. അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ HM അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ ഏറ്റെടുക്കണം എന്നുള്ള രീതിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേയാണ് യഥാർത്ഥത്തിൽ ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പോൾ റേഷൻ കാർഡിലെയും അതേപോലെ തന്നെ അവർ സെൽഫ് ഡിക്ലറേഷൻ ആയിട്ടുള്ള ഇൻകം ഒക്കെ തന്നെ നമ്മൾ ഇനി ഫോർവേഡ് ചെയ്യരുത്. അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫക്റ്റ് മാർക്ക് ചെയ്ത് അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ലഭിച്ച് ഇൻകം സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള വരുമാനം രേഖപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ വേണം. ഒപ്പം ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരിക്കണം. റേഷൻ കാർഡോ അല്ലെങ്കിൽ സെൽഫ് ഡിക്ലറേഷനോ നമുക്ക് ഈ വർഷം ഇനി മുതൽ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു രീതിയിൽ റിവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർമാർ ചെയ്യേണ്ടത് അതൊക്കെ ഡിഫക്റ്റ് മാർക്ക് ചെയ്യുക. താഴെ പോയിട്ട് ഡിഫക്റ്റ് എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഡിഫക്റ്റ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റുഡൻറ് ലോഗിനിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ സ്റ്റുഡൻസിന് ഇൻകം സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റിലുള്ള വരുമാനം അവിടെ മാർക്ക് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടും ഈ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും സഹിതം നോഡൽ ഓഫീസറെയോ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറെയോ അല്ലെങ്കിൽ HMനെയോ ഏൽപ്പിക്കുക. അത് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പാടുകയുള്ളൂ, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പോൾ ഈ റിവേർട്ട് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ പ്രകാരം ഉള്ള ഇതാണെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്കും അതേപോലെ HMനുമാണ്. അങ്ങനെ റിവേർട്ട് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ കാണും. പിന്നെ റിവേർട്ടഡ് അപ്ലിക്കേഷൻസ് ആർ അവൈലബിൾ അറ്റ് വെരിഫിക്കേഷൻ ലിങ്ക്സ് ആൻഡ് കറക്റ്റഡ് ആൻഡ് റീസബ്മിറ്റഡ് അപ്ലിക്കേഷൻസ് ആർ ആൾസോ അവൈലബിൾ അറ്റ് റീവെരിഫിക്കേഷൻ ലിങ്ക്. നമ്മൾ റിവേർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഡിഫക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ അപ്ലിക്കേഷൻ റീവെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്കിലും ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ അപ്ലിക്കേഷൻ റിന്യൂവൽ വെരിഫിക്കേഷനിലും ഒരുപാട് അപ്ലിക്കേഷൻസ് റിവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും, തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും. അതായത് അപ്ലിക്കേഷൻ റിന്യൂവൽ, ചില കുട്ടികൾ കഴിഞ്ഞ വർഷം അപേക്ഷിച്ച കുട്ടികളൊക്കെ തന്നെ റിന്യൂവൽ എന്നുള്ള ടാബിലായിരിക്കും അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ റിന്യൂവലിലും കുറേ അപേക്ഷകൾ തിരിച്ചു വന്ന് കിടക്കുന്നുണ്ട്. അതും നമ്മൾ ഡിഫക്റ്റ് മാർക്ക് ചെയ്ത് ഇൻകം സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള വരുമാനം അതിൽ ആഡ് ചെയ്ത് കുട്ടികളെ കൊണ്ട് അതിൽ ആഡ് ചെയ്യിപ്പിച്ച് കുട്ടികളുടെ ലോഗിനിൽ അത് ആഡ് ചെയ്യിപ്പിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മൾ സ്കൂളിൽ സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് റിവേർട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് അപ്ലിക്കേഷൻസ്. ഈ റിവേർട്ട് ചെയ്ത അപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ടാബുകളിലാണ്. അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്നുള്ളതിലും അപ്ലിക്കേഷൻ റിന്യൂവൽ വെരിഫിക്കേഷൻ എന്നുള്ള ഈ ടാബുകളിലാണ് ഇപ്പോൾ റിവേർട്ട് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ കാണാൻ സാധിക്കുക. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിഫക്റ്റ് മാർക്ക് ചെയ്ത് കുട്ടികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് പ്രകാരം അതിനുള്ള വരുമാനം രേഖപ്പെടുത്തി കറക്റ്റ് ചെയ്ത് ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ച് ഏകദേശം 5 വർഷത്തോളം സൂക്ഷിക്കണമെന്നുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷൻസ് കാണാറ്. അത്രയും സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഉള്ള വിവരങ്ങൾ. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. നമുക്ക് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുകയാണ്. അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ടാബാണ് ഇത്. ഫോർ വെരിഫൈ ഫ്രഷ് അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനുള്ള ടാബാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസറുടെ ലോഗിനിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുക. അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഡിഫക്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളതും ഫ്രഷ് അപ്ലിക്കേഷൻ ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യാൻ അപ്ലിക്കേഷൻ റീവെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ടാബാണ് ഉപയോഗിക്കുന്നത്. ഡിഫക്റ്റായി നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ഡിഫക്റ്റ് മാർക്ക് ചെയ്ത് സ്റ്റുഡൻറ് ലോഗിനിലേക്ക് വിട്ട് അത് വീണ്ടും തിരിച്ചു വരുന്നത് റീവെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ലോഗിനിലേക്കായിരിക്കും. ഇനി അടുത്തത് റിന്യൂവൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാനാണ് ഈ ഒരു ടാബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് അപ്ലിക്കേഷൻ റിന്യൂവൽ റീവെരിഫിക്കേഷൻ. നമ്മൾ റിന്യൂവൽ ഏതെങ്കിലും അപ്ലിക്കേഷൻ ഡിഫക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരുന്നത് അപ്ലിക്കേഷൻ റിന്യൂവൽ റീവെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ടാബിലേക്കായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. പിന്നെ ഇൻസെൻറ്റീവ് സ്കീംസിൻ്റെ ഒക്കെ തന്നെ, അതായത് NMMS പോലെയുള്ള സ്കീമുകളുടെ ഒക്കെ തന്നെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ഈ ഒരു ലിങ്കിലായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത കാലം വരെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ടാബിൽ എല്ലാ അപ്ലിക്കേഷൻസും ഒരുമിച്ചിട്ടാണ് നമുക്ക് കണ്ടിരുന്നത്. എന്നാലൊക്കെ വെവ്വേറെ ടാബുകളിലാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എല്ലാ ടാബുകളും നമ്മൾ തുറന്നു നോക്കുക. അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ, അപ്ലിക്കേഷൻ റീവെരിഫിക്കേഷൻ, അപ്ലിക്കേഷൻ റിന്യൂവൽ വെരിഫിക്കേഷൻ, ഇതെല്ലാ ടാബുകളും നമ്മൾ തുറന്നു നോക്കിയതിന് ശേഷം നമുക്ക് കുട്ടികളുടെ അപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ വെരിഫൈ ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ്, ഡിഫക്റ്റ് ആയിട്ടുള്ളത് ഡിഫക്റ്റ് മാർക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യുക. എന്നിട്ട് നോ അപ്ലിക്കേഷൻ ഫൗണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് വന്നാൽ മാത്രം നമ്മൾ നമ്മുടെ പ്രോസസ്സ് അവസാനിപ്പിക്കുക. അതുവരെ നമ്മൾ എല്ലാ ടാബുകളും തുറന്നു നോക്കുന്നത് നല്ലതാണ്. കാരണം കുട്ടികൾ പല ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് പല രീതിയിൽ പലപ്പോഴും അപേക്ഷിച്ച് കാണാറുണ്ട്. ചിലപ്പോൾ ഫ്രഷ് റിന്യൂവലുള്ള കുട്ടികൾ ഫ്രഷ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ
മാറി വരും. ചില സമയങ്ങളിൽ അങ്ങനെ മാറി വരാറുണ്ട്. അപ്പോൾ ഡുവൽ ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ എല്ലാ ടാബും ഒന്ന് തുറന്നു നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന, ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർ വെരിഫൈ ചെയ്യുന്ന പല സ്റ്റെപ്പുകൾ കറക്റ്റായിട്ടൊന്ന് പറയാം. ക്ലിക്ക് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ. ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എന്നുള്ള നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുള്ള ആ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ടു ബി വെരിഫൈഡ് ക്യാൻ ബി സെർച്ച്. നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കോഴ്സ് വൈസും അതേപോലെ തന്നെ സ്കീം വൈസും കാറ്റഗറി വൈസും ആൾ ഓഫ് ദ 3 ഒക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡീറ്റെയിൽ കാണാൻ നമ്മളിവിടെ വ്യൂ ഡീറ്റെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഈ വ്യൂ ഡീറ്റെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫീ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഫീ ഡീറ്റെയിൽസ് നമുക്ക് ഫീസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ആ വെരിഫൈ വ്യൂ എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടി സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസ് സമർപ്പിച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളും നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ക്ലിക്ക് വെരിഫൈ ബട്ടൺ ടു വെരിഫൈ ദ ആപ്ലിക്കേഷൻ. വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇൻ കേസ് ഓഫ് എനി ഡിസ്ക്രിപ്പൻസി, എന്തെങ്കിലും സംശയം, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫക്റ്റ് എന്നുള്ള ഇത് മാർക്ക് ചെയ്യാം. ഡിഫക്റ്റീവ് അല്ലെങ്കിൽ റിജക്റ്റഡ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. ഡിഫക്റ്റ് എന്ന് മാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ സ്റ്റുഡൻറ് ലോഗിനിലേക്ക് അത് പോവും, കുട്ടികൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുന്നേ ഇവിടെ ഈ ഒരു ഭാഗത്ത്, അതായത് ആ അപേക്ഷയുടെ ഏറ്റവും താഴ്ഭാഗത്ത് റിമാർക്സ്, എന്തുകൊണ്ടാണ് നമ്മളത് ഡിഫക്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ എഴുതണം. ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നോട്ട് പ്രൊവൈഡഡ് എന്നോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നോട്ട് മാച്ചിങ് എന്നുള്ള രീതിയിലുള്ള ഡിഫക്റ്റ് ഇവിടെ റിമാർക്കിൽ എന്തെങ്കിലും ഒരു റിമാർക്ക് കൊടുക്കണം. അത് 3 വേർഡിൽ കൂടുതലുള്ള ഒരു റിമാർക്ക് ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻകം നോ അങ്ങനെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് നോട്ട് മാച്ചിങ് നോ അങ്ങനെ ഒരു രീതിയിലുള്ള റിമാർക്ക് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ എന്താണോ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ റിമാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഡിഫക്റ്റ് മാർക്ക് ചെയ്യുക. ഡിഫക്റ്റ് മാർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. റിജക്റ്റിനേക്കാൾ ഡിഫക്റ്റ് മാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നാൽ തിരിച്ച് കുട്ടികൾക്ക് അത് വീണ്ടും പഴയ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാവും. ഇനി ഫീ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. കോളേജുകൾക്കും അതേപോലെ തന്നെ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഫീസ് ഇവിടെ കൊടുക്കാവുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്ക് മിക്കവാറും 0, അഡ്മിഷൻ ഫീസൊക്കെ 0 ആയിരിക്കും. ഇനി റിപ്പോർട്ട് എന്ന് പറഞ്ഞുള്ള സെക്ഷനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഫൈനൽ വെരിഫൈഡ് ആപ്ലിക്കേഷൻ റിപ്പോർട്ട്, ഇത് HM ലോഗിനിലും അവൈലബിൾ ആണ്. HM ലോഗിനിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെഡ് ലോഗിനിൽ അവൈലബിൾ ആയിട്ടുള്ള ഫൈനൽ വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഡിറ്റ് പോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഒപ്പം HM ലോഗിനിൽ വരുന്ന, ഹെഡിന്റെ ലോഗിനിൽ വരുന്ന ഫൈനൽ വെരിഫൈഡ് ആപ്ലിക്കേഷൻ റിപ്പോർട്ടും എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഫ്രഷർ രജിസ്ട്രേഷന്റെ റിപ്പോർട്ട് നമുക്ക് വേറെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വേറെ കിട്ടും. റിന്യൂവൽ ആപ്ലിക്കേഷൻ ലിസ്റ്റ് വേറെ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. സ്കോളർഷിപ്പ് റെസിപ്പിയൻസ് ഫ്രഷ് റിപ്പോർട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം നമുക്ക് റിപ്പോർട്ടുകളൊക്കെ തന്നെ വേറെ ലഭിക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. വെരിഫൈഡ്, ഡിഫക്റ്റീവ് ആൻഡ് റിജക്റ്റഡ്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്ക് എത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ലഭിക്കാനുള്ള ഓപ്ഷൻ ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ ഉണ്ട്. Details of fresh or renewal applicants who have been verified are available in PDF format from the link Final Verified Application Report. ആ Final Verified Application Report എന്നുള്ള ആ ഒരു ടാബിൽ നമുക്ക്, അതായത് ഈ ഭാഗത്ത് ഫൈനൽ വെരിഫൈഡ് ആപ്ലിക്കേഷൻ റിപ്പോർട്ട് എന്നുള്ള ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര കുട്ടികളുടെ ആപ്ലിക്കേഷൻ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്, എത്ര ഡിഫക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫൈനൽ വെരിഫൈഡ് ആപ്ലിക്കേഷൻ റിപ്പോർട്ട് എന്നുള്ള ഈ ഒരു ടാബിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി
You can use the link Fresh Registration Report 2020-21 to get the details of fresh applicants and Renewal Registration Report 2020-21 to get the details of the renewal applicants respectively. അതായത് ഫ്രഷ് റിപ്പോർട്ടിൽ അതായത് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷും റിന്യൂവലും നമുക്ക് വെവ്വേറെ ലഭിക്കും, റിപ്പോർട്ടുകൾ ലഭിക്കും എന്ന് മാത്രമല്ല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് അറിയാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഈസ് മാർക്ക്ഡ് ആസ് ഡിഫക്റ്റ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണെങ്കിൽ അത് കാണിക്കും. ആപ്ലിക്കേഷൻ അണ്ടർ പ്രോസസ് ഫോർ വെരിഫിക്കേഷൻ വിത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ, സ്റ്റേറ്റ് നോഡൽ ഓഫീസർക്ക് മുന്നിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കാണിക്കും. ആനുവൽ ഫാമിലി ഇൻകം എത്രയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കും. ഇത് പണ്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇവിടെ, അതിപ്പോൾ പുതുതായി വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫൈനലി വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും. ആപ്ലിക്കേഷൻ ഫൈനൽ വെരിഫൈഡ് ബൈ സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ നോഡൽ ഓഫീസർ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കും എന്നർത്ഥം. ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്കും അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അർത്ഥം. വേരിയസ് റിപ്പോർട്ട്സ് ആർ അവൈലബിൾ ഫ്രം ദ ലിങ്ക് വെരിഫൈഡ് ഡിഫക്റ്റീവ് ആൻഡ് റിജക്റ്റഡ് ലിസ്റ്റ്. അതായത് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള റിപ്പോർട്ടുകൾ വെരിഫൈഡ് ആപ്ലിക്കേഷൻ ലിസ്റ്റ്, ഡിഫക്റ്റഡ്, റിജക്റ്റഡ് അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനിയാണ് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ളതും ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്, ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അതായത് നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട്, അതായത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൻറ്ററുകളിലൊക്കെ പോയിട്ടായിരിക്കും ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ അശ്രദ്ധ കൊണ്ടോ ഒക്കെ തന്നെ പലപ്പോഴും ആക്സിഡൻ്റായിട്ട് ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ തെറ്റിയിട്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അതായത് യഥാർത്ഥത്തിൽ അതിൽ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളത് ഡിഫക്റ്റ് മാർക്ക് ചെയ്യുന്നതിന് പകരം റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ റിജക്റ്റഡ് ആപ്ലിക്കേഷൻ ലിസ്റ്റ് എന്നുള്ളൊരു ടാബ് അതിലുണ്ട്. ആ റിജക്റ്റഡ് ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഫ്രഷ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അബദ്ധം പറ്റിയതാണ് എന്നുണ്ടെങ്കിൽ റിവോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അത് തന്നെ തിരിച്ചു വരാനുള്ള ഓപ്ഷനുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോഡൽ ഓഫീസർക്ക് അത് വീണ്ടും ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു, അറിയാതെ റിജക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഡിഫക്റ്റ് മാർക്കുന്നതിന് പകരം റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ആവുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും തെറ്റുകൾ, അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻസിനെ റിവോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. റിജക്റ്റഡ് ലിസ്റ്റിൽ നമുക്കത് ലഭ്യമാണ്. റിജക്റ്റഡ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ലഭ്യമാണ്. ഇനി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് മേലധികാരികൾക്കും ഇത് കൈകാര്യം ചെയ്യുന്ന നോഡൽ ഓഫീസർമാർക്കും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നൽകുകയാണ്. Applicants can use the complaint module on the website to register their complaints. Alternatively, they can contact the help desk for resolution of the technical problems. Technical problems ഒക്കെ തന്നെ സോൾവ് ചെയ്യുന്നതിന് താഴെ തന്നിരിക്കുന്ന ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ മെയിലുകളിലേക്ക് നമുക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതുമാണ്. അപ്പോൾ ഈ നമ്പറുകൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 04712328 04712580 9496304015 ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ DGE ഓഫീസിലത്തെ കോൺടാക്റ്റുകളാണ്. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മെയിലുകളിലേക്ക് നമ്മുടെ പ്രോബ്ലം വിശദമായിട്ട് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ച പോലെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന്, അതായത് വിശ്വസനീയമായ സോഴ്സിൽ നിന്നും ലഭ്യമായിട്ടുള്ള
സോഴ്സുകൾ കാര്യങ്ങളാണ് വീഡിയോയിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയുന്നവർ, കൂടുതൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റുകൾക്ക് ഉത്തരം അറിയുന്നവർക്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. അല്ല എനിക്കറിയുന്ന ഉത്തരങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ സംശയങ്ങളും പരിഹാരങ്ങളും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് മേലധികാരികൾക്കും അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന നോഡൽ ഓഫീസർക്കും സഹായകരമാകുന്ന ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.